ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ചാപ്റ്റർ 10 ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 11 ആണ്. പേജ് നമ്പർ 121 എടുക്കുക. 121ാമത്തെ പേജ് എടുക്കുക. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമുക്കറിയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന്. നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേന്ദ്രത്തില് അതായത് പ്രധാനമന്ത്രിയും നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന അതിൽ നിന്നും പിന്നീട് നമ്മുടെ സംസ്ഥാനങ്ങളായിട്ടും ജില്ലകളായിട്ടും താലൂക്കുകളായിട്ടും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെ ആയിട്ട് നമ്മുടെ അധികാര ശ്രേണിയെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളെ ഭൂഭാഗത്തെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ഭാഗത്ത് വരുന്ന ചില ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളാണ്. അതായത് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ താലൂക്കുകളും അതൊക്കെ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അപ്പൊ ഈ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നമ്മുടെ താലൂക്കുകളിലും ഒക്കെ ഭരണം നടത്തുന്നത് ആ തദ്ദേശവാസികളായിരിക്കും, അല്ലെങ്കിൽ ഓരോ വാർഡ് മെമ്പേഴ്സ്, പഞ്ചായത്ത് മെമ്പർ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതേ പഞ്ചായത്തിൽ, സെയിം പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളെ കുറിച്ചും ഏകദേശം ഒരു അവബോധം ആ ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉള്ള ആളുകള്, ഈ ഭരണാധികാരികൾ ആ ഗ്രാമത്തെ അല്ലെങ്കിൽ ആ ഒരു താലൂക്കിനെയൊക്കെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് ഉള്ള എഫേർട്സ് അവരെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ പേജ് നമ്പർ 121 എടുക്കുക. In a society, local self-government is considered very important. It is viewed as the method that takes the democracy to the grassroots levels. The local government operates at the lowest levels of the society. The term self-government focuses on the concept of the participation of the people in performing the functions of their daily life. ഇപ്പോൾ നമുക്ക് നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രാഷ്ട്രപതിയും ഒക്കെ നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്ന ആളുകളാണ്. അതുകൂടാതെ നമ്മുടെ നിയമനിർമ്മാണ സഭകളിലും അല്ലെങ്കിൽ നമ്മുടെ പല പല ആവശ്യങ്ങളും ഒക്കെ സാധിച്ചു തരുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ നിൽക്കുന്ന ചെറിയ ചെറിയ ആളുകളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ മാത്രം അവർക്ക് കഴിയില്ല. അപ്പൊ അവർ അത്രയും ഉയർന്ന തലത്തിൽ അല്ലെങ്കിൽ ന്യൂഡൽഹിയിൽ ഇരിക്കുന്ന അവരുടെ ഓഫീസുകളിലേക്ക് നമ്മുടെ സാധാരണ ഇപ്പം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു വാർഡിലെ ഒരു സാധാരണ ആളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ, നമ്മുടെ പൗരന്മാരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കടമകൾ, കർത്തവ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളൊക്കെ പറയുകയാണെങ്കിൽ ആ പഞ്ചായത്തുകളിലുള്ള പാവപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് അല്ലെങ്കിൽ പഞ്ചായത്തിലെ വാർഡ് മെമ്പേഴ്സിനൊക്കെ കഴിയും. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഓരോ മനുഷ്യരെയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ ഭാഗത്തുള്ള ആളുകളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് നടത്തി കൊടുക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് നമ്മുടെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. Local government is referred to as the third tier of the government, in which the people of small area or locality, for example, a village, town or city, elect their own government and performs their daily functions through it. The local government in India is the state subject during item 5 in list 2 of the 7th schedule of the Constitution of India. The process of the grassroots decentralization through local government gained momentum with the 73rd and 74th Amendment Act 1992. After this, local government has been a constitutional feature of India government. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ താലൂക്കുകൾ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ അങ്ങനെയുള്ള നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനൊന്നും ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച ആ സമയത്ത് ഇത്രയും നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ലായിരുന്നു. എന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലായിരുന്നു. എന്നാൽ 1992
നമ്മുടെ 73rd and 74th Amendment Act ആണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ഒരു ആശയം നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രൂപീകരണവും അതിന്റെ നടത്തിപ്പും ഒക്കെ ഇന്ത്യയുടെ ഭരണഘടനയെ അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 73rd and 74th Amendment Act 1992 എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തു വെക്കണം. കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് ഒക്കെ കൊണ്ടുവന്നത് ഈ 73rd അല്ലെങ്കിൽ 74th അമെന്റ്മെന്റിലൂടെയാണ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. The important characteristics of local government are as follows. The managers within a local area, ഒരു ലോക്കൽ ഏരിയ മാനേജ് ചെയ്യുന്ന ആളാണ്. അതായത് രാഷ്ട്രത്തെ മുഴുവൻ മാനേജ് ചെയ്യാനുള്ള ഒരു അധികാരമോ ഉത്തരവാദിത്തമോ ആ ലോക്കൽ ഗവൺമെന്റ്സിന് ഇല്ല. അത് ആ ചെറിയ പ്രദേശത്തെ, അവർ ഉൾപ്പെടുന്ന ഒരു ചെറിയ പ്രദേശത്തെ മാത്രം കാര്യങ്ങളാണ് അവർ നോക്കുക. അതുകൂടാതെ ചില പ്രത്യേക മേഖലകളിലായിരിക്കും അവർക്ക് അധികാരം ഉണ്ടാവുക. അപ്പൊ ആ അധികാര മേഖലകളൊക്കെ അവർ കൈകാര്യം ചെയ്യും നല്ല രീതിയിൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് അപ്രിഷിയേറ്റ്സ് ദ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ്, നിയമപരമായ പരിസ്ഥിതിയൊക്കെ അവര് വളരെയധികം പ്രോത്സാഹിപ്പിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഈസ് ആൻ ഓട്ടോണമസ് ബോഡി ദാറ്റ് ഈസ് ഫ്രീ ടു എക്സസൈസ് ദെയർ പവേഴ്സ് ആൻഡ് discharge their functions as envisaged in the statute. The local people are involved in the process of decision making and administration. അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മുടെ ആളുകൾക്ക് തന്നെ മത്സരിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ആളുകളെ തന്നെ ജയിപ്പിക്കാനുള്ള ഒരു അവകാശവും നമുക്കുണ്ടാകും. അപ്പോൾ അവിടുത്തെ ഭരണ നിർവഹണത്തിലൊക്കെ നമ്മുടെ ആളുകൾ കൂടുതൽ പങ്കാളികളാകാനായിട്ട് അവർക്കും സാധിക്കും. കാരണം നമുക്കറിയാവുന്ന ആളുകളായിരിക്കും ഭരണ സമിതിയിലൊക്കെ ഉണ്ടാവുക. അതുകൂടാതെ നമ്മുടെ ഓരോ വാർഡിൽ നിന്നും നമുക്കറിയാവുന്ന ആളുകളായിരിക്കും അവിടുത്തെ നമ്മുടെ മെമ്പേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധികളായിട്ട് പഞ്ചായത്തിലേക്ക് ജയിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവര് മുഖാന്തരം നമുക്ക് ഒരുപാട് നമ്മുടെ വാർഡുകളിൽ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഒക്കെ നമുക്ക് സാധിക്കും. The local people are involved in the process of decision making and administration. അത് പ്രധാനപ്പെട്ടതാണെന്ന് അടയാളപ്പെടുത്തി വെക്കണം. This is characterized by the local accountability that ensures a responsible behavior by the representatives as they are in direct touch of the local residents. അവസാനത്തെന്ന് പറയുന്നത് the local government increase the funds with the help of taxes and levies. So local finance is another feature. The government provides for civic amenities to the people at their doorsteps. അപ്പോൾ അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ താലൂക്കുകളിലും ഒക്കെ ചില നികുതികളൊക്കെ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ നികുതികളിൽ നിന്ന് ആ ഒരു പഞ്ചായത്തിന് തന്നെ ചില പ്രയോജനങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ആ ഫണ്ട് ഉപയോഗിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേകതകളാണ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളാണ്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. The local self-government is significant in following ways. First one is it important democracy at the grassroots and provides a chance to the people to manage their own affairs. അപ്പൊ ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പ്രദേശത്തുള്ള കാര്യങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം നമ്മുടെ ആളുകൾക്ക് തന്നെ അല്ലെങ്കിൽ നൽകുകയാണ്. സെക്കൻഡ് പറയുന്നത് ഇറ്റ് മോട്ടിവേറ്റ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ പബ്ലിക് അഫയേഴ്സ്. അപ്പൊ അത് നമ്മുടെ സ്വന്തം പ്രദേശത്തുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിന്റെ കാര്യങ്ങളായിട്ട് തീരുമാനിക്കുന്ന ഒരു സമിതി ആയതുകൊണ്ട് അത് മറ്റുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. It helps in solving the problem at the local level as the state government, because of its big size, may not be able to focus on some issues which may be important to those local people, but through this mechanism, the local problems and requirements can be scanned in a more comprehensive and detailed manner, and thus resulting it's a suitable response to the problem. Fourth, it acts as a training school for the people to understand the science and the importance of the community, thinking for providing service to all. They acknowledge the complications involved in identifying the requirements of allocation of resources thereupon.
അപ്പൊ സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഉറപ്പായിട്ടും അതിനകത്ത് ഉൾപ്പെടുത്തി വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക്കൽ വേ ഫോർ റെക്ടിഫൈങ് ദ റിക്വയർമെന്റ്സ് ആൻഡ് എലാബറേറ്റ് ബ്യൂറോക്രാറ്റിക് മെഷീനറി ഈസ് needed for the discharge of functions through central government. Sixth one, the burden of central government is time and cost is reduced. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമ്മുടെ ആളുകളെ, അതായത് ആ ഭാഗത്തു നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കും ആ ഗവൺമെന്റ് ലോക്കൽ ഗവൺമെന്റ്സിൽ അധികാരികളായിട്ടുണ്ടാവുക. അപ്പൊ ആ ആളുകൾക്ക് മറ്റുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ താലൂക്കിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയായിരിക്കും. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെന്ന് തോന്നുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നിർവഹണത്തെ എളുപ്പമാക്കി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഈ ചെറിയ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇത്രയും വലിയ രാഷ്ട്രത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ഏതെങ്കിലും ജില്ലയിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് നേരിട്ട് ഇടപെടാനോ അതിന് പരിഹാരം കാണാനോ ഉള്ള ഒരു സമയമോ അതിനുള്ളൊരു ഫെസിലിറ്റിയോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനില്ല. അപ്പോൾ ഈ ലോക്കൽ ഗവൺമെന്റ്സിൽ അത് ആ അധികാരം ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ലോക്കൽ ഗവൺമെന്റ്സ് ആ പഞ്ചായത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തക്കവിധം അവർ പ്രാപ്തരാകും. അതുകൂടാതെ നമ്മുടെ സ്ഥലത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന് വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ആ പഞ്ചായത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ആ അധികാരികൾക്കും കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് അവർ പ്രവർത്തിക്കാനും കൂടെ അവർ തയ്യാറാകും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പണി എളുപ്പമാക്കുന്ന കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇറ്റ് ആഡ്സ് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഗവൺമെന്റ്. അപ്പൊ ഈ ലോക്കൽ ഗവൺമെന്റ്സ് എന്ന് പറയുന്നത് ആ പ്രദേശത്തുള്ള ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിക്ക് അവരുടെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾ നേരിട്ട് നമുക്ക് എന്തായാലും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ ഒന്നും സമർപ്പിക്കാൻ സാധിക്കില്ല. അതിങ്ങനെ പഞ്ചായത്തുകൾ വഴി അല്ലെങ്കിൽ താലൂക്കുകൾ വഴി പിന്നെ സംസ്ഥാനങ്ങളിൽ ഇടപെട്ട് അങ്ങനെ ആ ഒരു ത്രൂ ആണ് അവര് നമ്മുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെയാണ് പ്രധാനമായിട്ടും ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന്റെ സ്വഭാവ സവിശേഷതകളിലൊക്കെ വരുന്ന ചില കാര്യങ്ങൾ. ഇനി 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ 73rd ആൻഡ് 74th അമെന്റ്മെന്റ്സ് ആണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് എന്ന ഒരു ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കൊണ്ടുവന്നത്. According to the 73rd Amendment 1992, the state shall take steps to organize village panchayats and adopt them with such powers and authority as many be necessary to enable them to function as units of self-government. The ACT and made panchayat system an important part of the constitution and has put constitutional obligation upon a state or to enact the Panchayat Raj Acts, a new part of 9 added to the constitution titled the Panchayats, covering provisions from Article 243 to 243O, and a new 11th schedule covering 29 subjects within the functions of the Panchayats. അപ്പോൾ ഈ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് 73rd CCA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ്. CCA എന്ന് പറയുമ്പോൾ എന്താണെന്ന് അന്താളിച്ച് നിൽക്കരുത്. അപ്പോൾ 73rd ആക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പഞ്ചായത്തുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഒരു അമെന്റ്മെന്റ് ആണ് 73rd അമെന്റ്മെന്റ് എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. അതുകൂടാതെ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്നും കൂടെ ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ദ സെൻട്രാലിറ്റി ഓഫ് ദ വില്ലേജ് അസംബ്ലി ആസ് ആൻ ഇമ്പോർട്ടന്റ് ഡിസൈഡിംഗ് ബോഡി ഫോർ ദ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് there is a uniform 3-tier structure across the country with the village, block, the district as the appropriate levels. The state having a population of less than 2 million have the opinion of not initiating the intermediate level. Third എന്ന് പറയുന്നത് there is a direct election to all the seats for all the members at the all levels, also the chairpersons of the village councils. അപ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ എല്ലാ സീറ്റിനും വേണ്ടി ഡയറക്റ്റ് ആയിട്ടാണ് അവര് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുക. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു സൈലന്റ് ഫീച്ചർ ആണ്. അപ്പൊ അത് കൂടാതെ തന്നെ
നമ്മുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരവും ഒക്കെ നമുക്കുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് there are reserved seats for scheduled caste and scheduled tribes is proportion of their population in all the panchayats. അപ്പോൾ ഈ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രകാരം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ SC/ST ഓരോ പഞ്ചായത്തിലെയും SC/ST അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു അവരുടെ ആ ഭാഗത്തെ ഭൂരിപക്ഷം അനുസരിച്ച് അവരൊരു സീറ്റ് അതിനനുസരിച്ചുള്ള സീറ്റ് അവർക്ക് ആ പഞ്ചായത്തിൽ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയുന്നത്. അതുകൂടാതെ ഓരോ ഭൂരിപക്ഷം അനുസരിച്ചും അവർക്ക് സീറ്റ് റിസർവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ തന്നെ 1/3 സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതും പ്രധാനപ്പെട്ടതാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് there will be reservations for SCs and STs in the offices of the chairpersons of the panchayats at all levels and 1/3 of the officers of chairpersons of panchayats and all levels will also be reserved for women. അടുത്തെന്ന് പറയുന്നത് the legislature of a state is liberty to give the reservation of states and officers of chairpersons in panchayats in favor of members of the backward classes. 7 എന്ന് പറയുന്നത് it is average of 5-year term of every panchayat and elections are conducted before the expiry of the term. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു 73rd അമെന്റ്മെന്റിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഓരോ 5 വർഷവുമാണ് ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ചെയ്യുന്ന സ്ഥാനാർത്ഥികളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ആ കാലാവധി കഴിയുന്നതിന് മുൻപേ തന്നെ ഇലക്ഷൻ നടത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂൾ ആയിട്ടാണ് 73rd അമെന്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പൊ 5 വർഷമുള്ള കാലാവധിയിൽ ഉണ്ടെങ്കിൽ തന്നെ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കില്ല ഇലക്ഷൻ നടത്തുക. ഒരു 3.5 വർഷം ആകുമ്പോൾ തന്നെ ഇലക്ഷൻ നടത്തി അതിന്റെ സ്ഥാനാർത്ഥികളെ അതിന്റെ ഭൂരിപക്ഷത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ തെരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. It will not be possible to designate the existing panchayats by the amendment of any act before the ending of the term. എന്ന് പറയുന്നത് the person who is disqualified under any law of the state will not be entitled to become a member of a panchayat. അപ്പോൾ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അതിന് ഒരു പഞ്ചായത്തിലെ അംഗമാകാനായിട്ട് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കാനായിട്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് നിയമങ്ങളൊക്കെ പാലിക്കണം. അപ്പൊ ഈ നിയമങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് സ്ഥാനാർത്ഥി എങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ ഒരു പഞ്ചായത്തിലെ മെമ്പർ പോലും ആകാനുള്ള അവസരം കിട്ടുകയില്ല. കാരണം പഞ്ചായത്തിലുള്ള സ്ഥാനാർത്ഥികളായിട്ടിരിക്കുന്ന ആളുകൾക്ക് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്ത് ഉള്ള പരിചയമുള്ള ആളുകൾ ആയിരിക്കരുത്. അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇവര് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഓരോ സ്ഥാനാർത്ഥികളെ നിയമിക്കുക. അടുത്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ടു ബി കണ്ടക്ടഡ് ഫോർ സൂപ്പറിൻറ്റൻഡന്റ് direction and control of the electoral process and preparation of electoral rules. For ഓരോ ഇലക്ഷനും ഓരോ റൂൾ ഉണ്ട്, അതും നമ്മൾ പാലിക്കണം. The distribution of the powers and responsibilities by the state in the preparation of and implementation of development plans. The State Finance Commission of set once in 5 years in order to receive the financial position of these Panchayat Raj institutions and to make suitable suggestions to the state on the distribution of funds among panchayats. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇനി 73rd അമെന്റ്മെന്റ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അമെന്റ്മെന്റ് ആണ് ആക്ട് ആണ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ 73rd 74th അമെന്റ്മെന്റ് ആക്ട്സ് ആണ് 1992 കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അമെന്റ്മെന്റ്സ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് 73rd CC അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. The urban local government bodies were given the constitutional status. The structure was 3-tier in nature and has been implemented for larger areas, municipal councils for smaller areas and nagar panchayats for villages in transition to become towns. The local government is a state subject
the state legislature have been left with the power to define the detail of the powers and functions of different units of urban government institutions. Second എന്ന് പറയുന്നത് there is a direct election to these municipal bodies by the people, which is similar to the manner as the elections are held to Lok Sabha and state assemblies. The municipal elections are to be held by the state election commission. അപ്പോൾ 74th അമെന്റ്മെന്റിൽ പറയുന്നത് മുനിസിപ്പൽ കൗൺസിൽസിനെ കുറിച്ചും അതുപോലെ തന്നെ താലൂക്കുകളിലുള്ള തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെയാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. There is a reservation of 1/3 of seats for women, including women belonging to scheduled caste and scheduled tribes. ഇവിടെയും റിസർവേഷൻ ഉണ്ട്. 1/3 of seats for women, including women belonging to scheduled caste and scheduled tribes എന്നാണ് പറയുക. അതായത് 1/3 സീറ്റുകളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് ദ മുനിസിപ്പാലിറ്റീസ് ഈസ് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് sources of municipal funds include taxes, tolls, duties and fees, grants in aid. For financial requirements മുനിസിപ്പാലിറ്റീസിന്റെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സും അതുപോലെ തന്നെ ടാക്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ 74th അമെന്റ്മെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞ അർബൻ മുനിസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സെൽഫ് ഗവൺമെന്റ് ഹാവ് ബീൻ with the power authority to develop the implement schemes for economic development and social justice on 18 subjects. There is a formation of the development committees, namely the metropolitan planning committees, the planning in India, and therefore decentralized of grassroots leaves. The words committees have been conducted for closeness with the citizens. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് 74th CGA വരുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിലും ഷെഡ്യൂൾഡ് ട്രൈബിലും ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ഉൾപ്പെടെ അതായത് 3% റിസർവേഷൻ ആണ് മുനിസിപ്പാലിറ്റീസിൽ ഉള്ളത്. അതുകൂടാതെ അവിടെ 74th അമെന്റ്മെന്റിൽ അതിൽ മുനിസിപ്പാലിറ്റീസിൽ കൊടുക്കേണ്ട ടാക്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡ്യൂട്ടീസിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് മുനിസിപ്പാലിറ്റീസിലേക്കുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫീൽഡ് വ്യൂ ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ ആണ്. We get the different accounts of power structures in local governments in India. For different studies, a group of scholars opinion that the inequality in the distribution of power in terms of the caste relations, they believed that the high caste dominate the power structure because of their position of major power resources such as high ritual status, great control over land and other economic assets, and relatively higher levels of education. അപ്പോൾ ഈ ഫീൽഡ് വ്യൂ ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സിൽ ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെന്റ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റുമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനുള്ള ആളുകൾ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ ഉയർന്ന ജാതി, മതം അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകവും കൂടിയാണ്. There are many elements associated with the local level politics such as caste, power dominance, caste conflicts, political participation, political mobilization, etc. There are many scholars who have researched on the various dimensions of grassroots politics. Srinivas researched about the dynamic relationship between caste and dominance at a rural level. Srinivas അതുപോലെ തന്നെ ബറ്റേലും അതുപോലെ യോഗേന്ദ്ര സിംഗും ഒക്കെ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന്റെ ഇന്ത്യയിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പൊ അവരുടെ ചില ചിന്താരീതികളും അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങളും ഒക്കെ നമ്മൾ ഈ ഫീൽഡ് വ്യൂ ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തി വേണം ആൻസർ എഴുതാനായിട്ട്. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. Betail also studied about the relationship of caste, ritual, traditions, and domination in the village society in his study of Tanjore district in Tamil Nadu. Yogendra Singh studied about the changing power structure in the 6 villages of eastern Uttar Pradesh. അപ്പൊ അതും മൂന്നും ഓർത്തിരിക്കുക.
ശ്രീനിവാസിന്റെയും യോഗേന്ദ്ര സിംഗിന്റെയും ബാറ്റലിന്റെയും സ്റ്റഡീസും അതുപോലെ തന്നെ അവരുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനെ കുറിച്ചുള്ള ആശയങ്ങളും ഓർത്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ ഫീൽഡ് വ്യൂ ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഒരു ആശയങ്ങളുടെ ചേർത്തിട്ട് വേണം ആൻസർ എഴുതി വെക്കാൻ. The expansion in the education levels across caste and classes have enabled lower classes to step into the role of these political entrepreneurs, although most of them still continue to belong to upper the dominant caste groups. The role of caste and other social institutions in providing the initial economic, social, and cultural capital for facilitating and urban transition of the rural domains, it is also seen that caste only transformed its rule, even while caste stratification of occupational opportunities significantly weakened. Caste has affected the class by influencing the formation of new classes and alliance across the caste hierarchy. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൂടാതെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ചോദിച്ചു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരു ആശയമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പഞ്ചായത്തുകളിലുള്ള ആളുകളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള ആവശ്യങ്ങളും ഒക്കെ ഓരോ താലൂക്കുകളിലുള്ള ആവശ്യങ്ങളും ഒക്കെ നമ്മുടെ കേന്ദ്രത്തെ അറിയിക്കാനായിട്ട് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഹൈലൈറ്റ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കണം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്വഭാവ സവിശേഷതകൾ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് ബോഡി ദാറ്റ് ഈസ് ഫ്രീ ടു എക്സസൈസ് ദെയർ പവേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദെയർ ഫങ്ഷൻസ്. Second one, in the system, the local people are involved in the process of decision making and administration. Third one means the representatives show the responsive behavior by the representatives as they are in direct touch of the local residents. Fourth one, the local government increase the funds with the help of taxes and place of local finance is another important characteristic. ഇത്തരം കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സഹായിക്കുന്നതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെയിം പ്രദേശത്തെ ആളുകൾ തന്നെ ഭരണാധികാരികളാവുന്നത് കൊണ്ട് ആ ഒരു പ്രദേശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർ അഹോരാത്രം പ്രയത്നിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ 73rd അമെന്റ്മെന്റും 74th അമെന്റ്മെന്റിലും പറയുന്ന കാര്യങ്ങളും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കണം. അത് മനസ്സിലാക്കി പഠിക്കണം. പിന്നെ വരുന്നതാണ് ഈ ഒരു സ്റ്റഡീസ്, അതായത് ഫീൽഡ് സ്റ്റഡി അബൌട്ട് ഫീൽഡ് വ്യൂ ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. ഇന്ന് നമുക്ക് അടുത്തത് 12th ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അതിന്റെ പേരെന്ന് പറയുന്നത് ഹെഡിങ് എന്ന് പറയുന്നത് സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് സാമൂഹിക പ്രസ്ഥാനങ്ങളാണെന്ന് നമുക്കറിയാം അല്ലെ. അതായത് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പലവിധ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അതുകൂടാതെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുമാണ് അല്ലെങ്കിൽ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായത്. ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ആണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഈ സോഷ്യൽ മൂവ്മെന്റ്സിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രതിരോധമാണ് അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പാണ്. ഈ സോഷ്യൽ മൂവ്മെന്റും റെസിസ്റ്റൻസും എത്രത്തോളം ഇന്റർലിങ്ക്ഡ് ആണ് അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. This chapter deals with the discussion on the link between the social movements and resistance. Also, we will discuss the social movements and their importance in this. The focus will be on the resistance and interface between social movements and resistance. The concept of social movements and resistance hold the main concentrate of centering around some nation of the conflict, some prepared challenges and claims. അപ്പോൾ ഈ ചാപ്റ്റർ ഇതിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഓൾറെഡി സോഷ്യൽ മൂവ്മെന്റും അതുപോലെ തന്നെ റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാനായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഉപയോഗിക്കുന്നത്.
അപ്പൊ അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനമൊക്കെ ഈ സോഷ്യൽ മൂവ്മെന്റ്സിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ SNDP കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മൂവ്മെന്റ്സിൽ ഉൾപ്പെടുന്നതാണ്. ഈ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ സോഷ്യൽ മൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത്. ദ ഡെഫിനിഷൻ ബിറ്റ്വീൻ ഗിവൺ ദ ഇന്റർനാഷണൽ എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസസ് states that the social movement is the number of collective attempts that helps in bringing about change. The efforts are to bring about change in social institutions and create an entirely new social order. The attempts may also depict a socially shared demand for change in some aspects of the social order as per the definition given by Turner and Hillan. The social movement is defined as collectively which acts with some continuity to promote or resist change in the society or group of which it is a part. We have learned from these definitions the two important features of the social movement. First one, the first feature is that the social movement includes the collective action as against actions for a small group of individuals. Second one, the second feature is that the collective attempts is designed to promote change or resist change in the society in which the attempt is made. Therefore, the collective effort may focus on after, initiate, supplant, resort, or resistant, or some aspects of the social order. അപ്പം ഈ ഡെഫിനിഷൻസും, അതായത് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ടേണറും കിൽഹാനും പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് വളരെ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ അതൊരു ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചു വെക്കണം. കളക്റ്റീവ്ലി വിച്ച് ആഡ്സ് ദ സെയിം വിത്ത് സം കണ്ടിന്യൂറ്റി ടു പ്രൊമോട്ട് ഓർ റെസിസ്റ്റ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി ഓർ ഗ്രൂപ്പ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് എ പാർട്ട്. അപ്പൊ അതാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. Their social movements are also different from other movements in society. അപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് മറ്റ് മൂവ്മെന്റ്സിനെ അപേക്ഷിച്ച് വളരെ ഡിഫറെന്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. There is a cooperative movement or the trade union movement which attempts to change the existing social relations and work towards promoting change. These movements are sustained movements. They have survived over a period of time. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് an institutionalized movement in the over context can be affected the fixed structure of hierarchy. Therefore, there can be no change in the structure of these organizations. If we talk the example of a trade union, there will be hierarchy on the basis of the authority. There will be a president, secretary, and a committee members, etc., which each holding defined responsibilities and varying degrees of authority. The hierarchy is important for any institutionalized movement and helps in sustain itself. അപ്പോൾ ഈ ഓരോ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സോഷ്യൽ മൂവ്മെന്റ്സിനും ഒരു പ്രത്യേകം നേതാവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്സ്, അതുപോലെ തന്നെ അതിലെ മെമ്പേഴ്സ് ഒക്കെ വളരെ ഡിഫൈൻഡ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വളരെ വ്യക്തമായ ആശയങ്ങളും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ നേതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു സാമൂഹിക പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ സോഷ്യൽ മൂവ്മെന്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പൊ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെതായ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തൊരു വിഭാഗമാണെങ്കിൽ ആ വിഭാഗത്തിന് ആ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു അവസരം ലഭിക്കുകയില്ല. അപ്പൊ നമ്മൾ ഏതൊരു പ്രസ്ഥാനം എടുത്ത് നോക്കിയാലും അവരുടെ ഒരു കോമൺ ആയിട്ടൊരു ലക്ഷ്യമുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മൂവ്മെന്റ്സും വളരെയധികം വിജയം കൈവരിക്കുന്നത്. The social movements do not follow a defined pattern of hierarchy and are therefore able to involve new features of organization. The innovation of any type of prevented in institutionalization because of its fixed structures. From all the features studied above, we can say that the social movements are defined as collective action by large group of people with the objective of changing some of the values
norms and social relations in a society. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ആണെന്ന് അടയാളപ്പെടുത്തി വെക്കണം പേജ് നമ്പർ 134 ഈ ഒരു സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു പ്രത്യേക വാല്യൂസിന് വേണ്ടിയും അതുപോലെ തന്നെ അതിന്റെ നോംസിന് വേണ്ടിയിട്ടും ഒക്കെ അവർ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. There are some movements which dominate or superiority of certain caste or particular religion over others. Movements that spread communal or ethnic prejudice. These are the change-resisting movements and attempt to change the prevalent norms, values, and social relations and replace them with obscurate values. Examples in the we have now understood to great extent what social movements are, how they differ from other movements. We also know some of the features of the social movements, but what is correct concrete terms are social movements. One example is the process of Sanskritization, propagate the element sociologist M.N. Srinivas. In the process, we find the members of a caste group try to increase their position of the caste that is supposed to be higher than their own. This is done by internalizing the values, rituals, and social behavior of the members of the caste. Similar examples are the Rajvanis and Koch, Bihar and Garpigur districts of West Bengal, who sought to increase their position to the Kshatriya caste. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ മൂവ്മെന്റ്സിനൊക്കെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠനം നടത്തിയ ആളാണ് M.N. ശ്രീനിവാസ് ഒക്കെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് പഠനം നടത്തിയ വ്യക്തികളെ കുറിച്ചും കൂടെ നമ്മൾ ഈ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കാനായിട്ട് ഓർക്കണം. The social movement might not work towards increasing the status. There can be movements with political or cultural dimensions. In the year 1968, the Naxalite movement in the Darjeeling district of West Bengal could also be taken as social movement. അപ്പം നാക്സലൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാർജിലിംഗിൽ ഉണ്ടായിട്ടുള്ള നാക്സലൈറ്റ് മൂവ്മെന്റ് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. The peasants and agriculture workers who were involved in the violent struggles in this movement against those whom they defined as their exploiters. The momentum spread to other parts of the country and it was announced as legal by the government. This hindered it from developing a formal institutional structure. After 1978, the government removed the ban of Naxalites with the condition that they discarded violence and used peaceful means to press for their demands. The results in the declaration of the several Naxalite groups as political parties and developed formal institutional structures. The movement and can concluded as a social movement. അപ്പോൾ ഈ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡാർജിലിംഗിൽ ഉണ്ടായിട്ടുള്ള നെക്സലൈറ്റ് മൂവ്മെന്റിനും കൂടെ നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരണം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളൊരു വിശദമായിട്ടുള്ള ഒരു ആൻസർ എഴുതി കൊടുക്കണം. അതുകൂടാതെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ നെക്സലൈറ്റ് മൂവ്മെന്റും ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞു. അതുകൂടാതെ another example of the social movement which has social, political, education and religious dimensions too, it is the SNDP movement, അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന മൂവ്മെന്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ്, സാമൂഹിക പ്രസ്ഥാനമാണ് SNDP എന്ന് പറയുന്നത്. SNDP സഭകളൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. SNDP മൂവ്മെന്റ് എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടും പൊളിറ്റിക്കലായിട്ടും എഡ്യൂക്കേഷനായിട്ടും ഒക്കെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്. which across the backward classes movement in 19th century in Kerala. The focus was on the conflict between untouchable caste and the clean Hindu upper class. അപ്പോൾ ഈ ഒരു SNDP മൂവ്മെന്റ് എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി ഗ്രൂപ്പ്സ്, അതായത് തൊട്ടുകൂടാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വിഭാഗം ആളുകളെ പണ്ട് കാലത്ത്
തഴഞ്ഞു വെച്ചിരുന്നു. അതായത് കീഴ് ജാതിയിൽപ്പെട്ട ആളുകളെ തൊട്ടുകൂടാത്തവരാണ്, അത് ഒരു അവർണ ജാതിയിൽപ്പെട്ടവരാണെന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ ഇതിനൊക്കെ എതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് SNDP മൂവ്മെന്റ് സ്ഥാപിച്ചതും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതും. അപ്പോൾ ഇത് അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ, വളരെ വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകളോട് കാണിക്കുന്ന വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകളുടെ മേൽ ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കാൻ സാധിക്കുക. അതുകൂടാതെ we can now conclude that there are many dimensions of social movements and can cover all parts of our lives. There are social movements which promote change, and there can be those which change the difference as to kept in mind, because all the social movements do not attempt to change the existing situations. ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ് സ്റ്റഡീസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. സോഷ്യൽ മൂവ്മെന്റ് എന്താണെന്ന് പറഞ്ഞു, എന്തെങ്കിലും വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗം ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സോഷ്യൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഒരു നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് SNDP, അതുപോലെ തന്നെ നെക്സ്റ്റ് മൂവ്മെന്റ്സും ചിപ്കോ പ്രസ്ഥാനവും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി സോഷ്യൽ മൂവ്മെന്റ് സ്റ്റഡീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. There are many different types of questions that are converted in social movements. The first category of questions include the relationship between structural change and transformation is patterned to social conflict. And second category has to do with the role of cultural representations in social conflicts. The third category deals with the process through which values, interests, and ideas get turned into collective actions, and also how certain social, political, and cultural context affects social movements change of success and the form they take. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. These questions are helped in shaping the decision over the last decade, but do not reflect entirely the richness of current debates on collective action and social movements. An important role is occupied by the relationship between structural change and transformations in the neo-Marxist world system. There was, as developed by Wallerstein, it seems the important rule for social movements in the resistance of global capitalism, offering a structuralist content of collective action as it terrorists the historical global capitalism. അപ്പോൾ ഈ സോഷ്യൽ മൂവ്മെന്റ് സ്റ്റഡീസിൽ ക്യാപിറ്റലിസത്തെ കുറിച്ചും അല്ലെങ്കിൽ മുതലാളിത്ത വർഗത്തെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പം ഈ ചൂഷണം ചെയ്യുന്ന വർഗങ്ങൾക്കെതിരെയുള്ള സമരങ്ങളായിട്ടാണ് നമ്മൾ സോഷ്യൽ മൂവ്മെന്റ്സിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ അത് കൂടാതെ തന്നെ അവർണ വർഗം അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയരാകുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ നികത്തുവാൻ വേണ്ടിയിട്ട് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ അനാചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമൂഹിക തിന്മ മാറ്റുവാൻ വേണ്ടിയിട്ടൊക്കെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. The major the new social movement theory is criticized, and the critics find fault with the new social movements. They are concerned with the focus on liberal politics and near disregard the conservative politics and social movements. The theory is also criticized for that the mission and goals of new social movements have been eclipsed by transformational agencies and agendas. അപ്പോൾ ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം കൂടിയുണ്ട്. അപ്പൊ പുതിയ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പഴയ സോഷ്യൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞതാണെന്നാണ് ഇവിടെ പറയുന്നത്. ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സിൽ ഒരു പരിധി വരെ ധാർമ്മികതയും അല്ലെങ്കിൽ ഒരു പരിധി വരെ ആവശ്യങ്ങളുടെ ഒരു ദൃഢതയും ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പൊ ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സിന് ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. The indication of social movements and resistance is towards two different conceptions of political actions. These conceptions interpret to a large degree clear. Many social movements see themselves as resisting some homogenic order than two are not extensive. Resistance refers to the existence of a totalitarianism system against which struggle is undertaken if only to secure a space of
relative anatomy with its bonds. The struggles of social movements need not be calculated in anti-systemic terms. Rather, their targets run the range from specific local governments to entire ideological regimes. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. ഹോൾഡർ ആൻഡ് Enwarner asserts that while there is an agreement of the resistance also involves a sense of action and a sense of opposition, lines of disagreements move around the concepts of recognition, whether an oppositional action must be readily apparent to other and understood as the resistance, and intentionally whether the actor must be consciousness and she or he is resisting. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അത് ചെറുത്തുനിൽപ്പാണ്. അപ്പോൾ സോഷ്യൽ മൂവ്മെന്റുമായിട്ട് റെസിസ്റ്റൻസിനുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക തിന്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുളച്ചു നീക്കി അതിന് പകരം പുതിയൊരു രീതിയിലേക്ക് സമൂഹം മാറണമെന്ന് ഉള്ള ഒരു തികഞ്ഞ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ സാമൂഹിക പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള കാരണത്തെക്കുറിച്ചുള്ള ചെറുത്തുനിൽപ്പാണ്. അപ്പൊ ആ ചെറുത്തുനിൽപ്പ് ഒരു പ്രക്ഷോഭമായിട്ടോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടോ ഒന്നും അത് നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കണം. Resistance and tactics ആണ് അടുത്തത് പറയുന്നത്. The first person who defined the kind of oppositional action called tactics, while Michael D. Sandro, the consist of all the invisible practices of continuing by which the dominated fill out the dominated order and play with the restrictions enforced by it. അതുപോലെ തന്നെ resistance and as counter movement ആണ് അടുത്തത് പറയുന്നത്. In the tradition of E.P. Thompson, the second source of the nation of resistance is to be found in works on the moral economy of the dominant classes, peasants or workers. The focus on in this is shifted from the institutional organization and organized struggles to subcultures, more or less autonomous, which English workers share and use as frames and resources to counter the exploitation in the expanding capitalist economy. The resistance refers to a silent revolt fed up from popular traditions of solidarity against the absence of authority felt as legitimate on the part of the ruling class. Resistance as counter hegemony ആണ് അടുത്ത പറയുന്നത്. ഹെഗമണി എന്ന് പറയുന്ന ആധിപത്യമാണ്. ആന്റോണി ഗ്രാംസി work as the person notebooks. The present notebooks is another inspiration for the nation of resistance. Gramsci suggested that two ideas that are too expensive value to pronouncing the idea of resistance and focus on the practice of social movements. The first one is his nation of hegemony. Gramsci believed that hegemony is as an active process that involved the production, reproduction, and mobilization of popular concept, which can be established by the dominant group that takes hold of the and use it. It is reference resistance means a capacity of the workers to free themselves from the dominant ideology and produce counter discourse and narratives and overthrow the established values. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഫ്രാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം കൗണ്ടർ ഹെഗോമണി എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ആസ് കൗണ്ടർ ഹെഗോമണി എന്ന് പറയുമ്പോൾ ആന്റോണി ഗ്രാംസിയുടെ വർക്കും അതുപോലെ തന്നെ ആന്റോണി ഗ്രാംസിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും കൂടെ നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുകയും എഴുതി വെക്കുകയും കൂടെ ചെയ്യണം. റെസിസ്റ്റൻസ് ആസ് ഇൻഫ്രാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് Scott investigated the missing link between outright defines the submerged popular resistance strategies who visualized resistance as indirect challenges. The case study done by James Scott on the
peasants of Malaysia is a good illustration of the nation of resistance and the single most influential resources of theoretical insight into the everyday resistance of subaltern groups. Scott made a research in his Weapons of the Weak, a noted study of struggling between Malay parents and powerful landlords, and led him to countable and the traditionally scholarly emphasis on present rebellion was misplaced. അപ്പോൾ സ്കോട്ടിന്റെയും കാര്യങ്ങളും സ്കോട്ടിന്റെ ഇന്ത്യ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അതുപോലെ റെസിസ്റ്റൻസിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോഷ്യൽ മൂവ്മെന്റ്സ് ഏതാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ ഉറപ്പായിട്ട് പഠിക്കണം. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ പേജ് നമ്പർ 137, അതായത് 137 പേജില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ മൂവ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആയിട്ട് ഇത് ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ ഡിഫൈൻ റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ വാട്ട് ഈസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ highlighting the characteristics of new social movements, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞ മുൻവർഷ ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഹൈലൈറ്റിംഗ് 4 characteristics of റെസിസ്റ്റൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കണം. അത് പേജ് നമ്പർ 140 അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ വായിച്ചു പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ ഒരു ടോപ്പിക്, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതോടെ ഈ ബുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നുള്ള ബുക്ക് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് പേജുകളിലായിട്ട് മുൻവർഷ ചോദ്യപേപ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള പല ചോദ്യങ്ങൾ ഞാൻ ഓരോ ക്ലാസ്സിന്റെ കൂടെയും അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതുകൂടി ഒന്ന് അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഒരു പുസ്തകത്തിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മളൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പം അതിന്റെ ഫസ്റ്റ് പാഠം തൊട്ട് ലാസ്റ്റ് പാഠം വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വൺ വേർഡ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് നമ്മുടെ ഡിഗ്രിക്കാർക്ക്. അപ്പോൾ ആ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തൊക്കെ എഴുതണം എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പം എന്താണ് സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന അത് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ ആദ്യം കൊടുക്കാം. അതിനുശേഷം സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. അതിനുശേഷം സോഷ്യൽ മൂവ്മെന്റ്സ് ഏതൊക്കെ സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് നമുക്ക് അറിയാവുന്നത്. SNDP ഉണ്ട്. അതുകൂടാതെ വേറെ ഏതാ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനം, പിന്നെ അതുപോലെ തന്നെ നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ, നെക്സലൈറ്റ് മൂവ്മെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ എഴുതി വെക്കണം. അതുകൂടാതെ ഈ സോഷ്യൽ മൂവ്മെന്റ് കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ എഴുതി വെക്കണം. സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രയത്നിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മൂവ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഒരു വാല്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുക, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കണം. അതിനുശേഷമാണ് നമ്മുടെ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ച് പഠന വിധേയമാക്കിയിട്ടുള്ള ആളുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ചും അതിന്റെ കാൽക്കുലേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ എഴുതി വെക്കാനായിട്ട്. അപ്പം ഈ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കേണ്ട രീതി നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും എസ്എ ടൈപ്പ് എങ്ങനെ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും ഇത്തരത്തില് ആദ്യം അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പ്രധാന ആളുകൾ, സോഷ്യോളജിസ്റ്റുകൾ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എഴുതി വരേണ്ടത്. അതിനുശേഷമാണ് ഒരു കൺക്ലൂഷൻ പോലെ കൊടുക്കണം. അപ്പം ഇതാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചതിന്റെ കൂടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് വായിച്ചിട്ട് അതനുസരിച്ച് ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ആണ്. ഓക്കെ, താങ്ക് യു.